VPP മുസ്തഫ, ഇനി അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ദേവസ്വം ബോർഡിന് 3,40,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇതിലേക്ക് തുടക്കം എന്ന് പറയുന്ന ആഗോള അയ്യപ്പ സംഘമാണല്ലോ ആദ്യം ചർച്ചയായത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഫണ്ടോ ദേവസ്വം ബോർഡിന്റെ പണമോ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുള്ളപ്പോൾ ഇതൊക്കെ തന്നെയും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. പക്ഷേ ഉദ്ദേശിച്ച പണം സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമായില്ല. അപ്പോൾ എവിടെ നിന്നാണ് പൈസ എടുത്തത്? ദേവസ്വം ബോർഡിൽ നിന്നും. ആ ദേവസ്വം ബോർഡിന്റെ പൈസ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പൈസയാണ്. അപ്പോൾ ഇതിലെന്താണ് മറുപടി? ഞങ്ങൾക്ക് ഇപ്പോൾ താങ്കൾ പറഞ്ഞ വിഷയവും ഇതേ പറഞ്ഞ ഞങ്ങൾക്ക് മാത്രം വിശ്വാസമുള്ളതും എന്നാൽ അഡ്വക്കേറ്റ് ബസന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിശ്വാസമില്ലാത്തതുമായ ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് അവർ തന്നെയാണല്ലോ ഈ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ പറഞ്ഞത്, എങ്ങനെ നടത്തണം എന്നുള്ളത്. അത് സിംഗിൾ ബെഞ്ച് അല്ലല്ലോ പറഞ്ഞത്, അത് പറഞ്ഞതും ഈ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ്. ആ ഡിവിഷൻ ബെഞ്ച് അയ്യപ്പ സംഗമം നടത്തുന്നതിനെ കുറിച്ച് നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ദേവസ്വം കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികൾ ഉണ്ടാകും. അത് വരണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഏത് കാര്യത്തിലായാലും അത്തരത്തിൽ കാര്യങ്ങൾ നേരെ ചൊവ്വെ കൊണ്ടുപോകണം. അതിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ നടപടികൾ ഉണ്ടാകണം. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് ശരിയല്ല, ഡിവിഷൻ ബെഞ്ചേ ശരിയുള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. സിംഗിൾ ബെഞ്ച് പറഞ്ഞ കാര്യത്തിലും അഡ്വക്കേറ്റ് ബസന്ത് ഞങ്ങൾക്ക് യോജിപ്പാണ്. അവർ ഈ SIT-യോട് നിങ്ങൾ എന്തേ വമ്പൻ സ്രാവുകളെ പിടിക്കാത്തത് ശരിയാണ്. സോണിയാഗാന്ധിയുടെ അടുത്ത് പോകേണ്ടതല്ലേ? സോണിയാഗാന്ധിയല്ലേ ഇതിനകത്തെ ഏറ്റവും വലിയ വമ്പൻ സ്രാവ്? നോക്കൂ ശ്രീ VPP മുസ്തഫ, ഓഡിറ്റ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തിയ പരിപാടി യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു, അല്ലെങ്കിൽ ഇടത് സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു പരിപാടിയായിരുന്നു എന്നുള്ള വിമർശനമാണല്ലോ വന്നിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന സമുദായ നേതാക്കളെ അടക്കം കൊണ്ടുവന്നതും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്റെ കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയതുമൊക്കെ അന്ന് വലിയ ചർച്ചയായതുമാണ്. ആ പരിപാടിയിലൂടെ ഈ സമുദായങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷം വെച്ചു പുലർത്തിയിരുന്നത്. ആ പരിപാടിയിലേക്ക് സർക്കാരിന്റെ പണം ചിലവഴിച്ചു, അതിൽ ക്രമക്കേടുണ്ട് എന്ന ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ അതും അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ആർക്കെതിരെ അന്വേഷിക്കണമെന്നാണ് അങ്ങിപ്പോൾ തുറന്ന മനസ്സോടെ പറയുന്നത്? ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ സ്മൃതി എന്നോട് മാത്രമല്ലല്ലോ ചോദിക്കുക, നമ്മളൊരു പാനലാണല്ലോ. പാനലിസ്റ്റുകൾ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ചും ഞങ്ങളുടെ നിലപാടിനെ കുറിച്ചും കുറച്ച് പറഞ്ഞാൽ അതും കൂടി പരാമർശിച്ചു പോവുക എന്നുള്ളത് ജനാധിപത്യ മര്യാദയാണ്. ഇനി സ്മൃതിയുടെ കോടതിയിൽ അത് പറ്റില്ലെങ്കിൽ ബസന്തിന്റെ കാര്യം എനിക്ക് മറുപടിയില്ല. ഒന്നാമത്തെ കാര്യം നോക്കൂ, ഇന്നത്തെ ദിവസം 7:45 വരെ നമ്മുടെ ചർച്ചയുള്ളൂ. അപ്പൊ ഞാൻ ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യം അങ്ങോട്ട് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങേക്ക് വിമർശനം പറയാൻ ഞാൻ അങ്ങേക്ക് തുടക്കത്തിലും ഒരുപാട് സമയം നൽകിയതാണ്, അങ്ങേക്ക് പറയാം. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൊന്നും പറയുന്നേ, ആർക്കെതിരെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്? താങ്കൾ ഒരു കാര്യവും കാണിച്ചിട്ടില്ല, ഒരുപാട് സമയമൊന്നും തന്നിട്ടില്ല. എല്ലാവർക്കും കൊടുത്ത സമയമേ എനിക്ക് തന്നിട്ടുള്ളൂ. താങ്കൾ എന്തോ വലിയ ഔദാര്യം എന്നോട് കാണിച്ചു എന്നൊന്നും പറയല്ല. അങ്ങനെ CPM പ്രതിനിധിയോട് കാണിക്കുന്ന ഒരാളല്ല താങ്കൾ. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ഞാൻ തുടങ്ങിയത് ഏതിൽ നിന്നാ? താങ്കൾ പറഞ്ഞ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സമീപനത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ഞാൻ തുടങ്ങിയത്. അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടില്ലല്ലോ. അതിലേക്ക് വരാൻ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ വിഷയത്തിലുള്ള കാര്യം കൂടി പരാമർശിച്ചു പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ബസന്ത് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സിംഗിൾ ബെഞ്ചിനെ അവിശ്വാസമൊന്നുമില്ല. അവിടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞതുപോലെ SIT വമ്പൻ സ്രാവുകളെ പിടിക്കണം, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കർണാടകത്തിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാറിന്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്, ബെല്ലാരി ഗ്യാങ്ങിന്റെ സംരക്ഷകരുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്, കർണാടകത്തിലെ അങ്ങനെയുള്ള കോൺഗ്രസിന്റെ വമ്പൻ തൊക്കുകളുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. ആ നിലയിൽ ഈ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് പറഞ്ഞതുപോലെ കുറെ കൂടി പോരാ സ്പീഡെങ്കിൽ കുറെ കൂടി ചടിലമാകണം, SIT കുറെ കൂടി ശക്തമായിട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വേവലാതിയുമില്ല, ഞങ്ങൾ പറഞ്ഞെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞ വിഷയം നിങ്ങൾ നോക്കൂ. എന്താ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അയ്യപ്പ സംഗമം നടത്താൻ അവർ നേരത്തെ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. ആ ദിവസങ്ങൾ അടുത്തു വന്നപ്പോൾ വലിയ വെപ്രാളം കുറച്ചു പേർക്കുണ്ടായി. ഇതേ കോടതിയിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയല്ലോ. എന്നിട്ട് അത് തടസ്സപ്പെടുത്താൻ നോക്കിയില്ലേ? ഈ അയ്യപ്പ സംഗമം നടത്താൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടില്ലേ? പക്ഷെ കോടതി അത് തള്ളിക്കളഞ്ഞു, അത് പരാജയപ്പെട്ടു. എന്നിട്ട് നിങ്ങളോട് നടത്തിക്കോളൂ അയ്യപ്പ സംഗമം, പക്ഷെ അതിന് സർക്കാരിന്റെ പണമോ ദേവസ്വം ബോർഡിന്റെ പണമോ എടുക്കരുത്. ഇതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശദമായ ഓഡിറ്റ് റിപ്പോർട്ടിൽ അതിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടോ
എന്നുള്ളതൊക്കെ വിശദമായ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വരുന്നത്. അല്ല, അത് ഞാൻ വന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതുവരെ ആ പരിപാടിയുടെ അപ്പൊ അതല്ലേ വിശദമായ ചോദിച്ചത്? ഓഡിറ്റ് റിപ്പോർട്ട് ആയിട്ടില്ല. നോക്കൂ, ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. അതിൽ ക്രമക്കേട് ഉണ്ടെന്നാണെന്നേ, നഷ്ടം സംഭവിച്ചു എന്നാണെന്നേ. 3,40,00,000 രൂപയുടെ നഷ്ടം. അല്ല, അത് താങ്കൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടില്ല. കാരണം അതിന്റെ മുഴുവൻ വരവ് ചെലവ് കണക്കുകളുമായിട്ടില്ല. ഇന്നിപ്പോ നിലവിലുള്ള ചെയർമാൻ ശ്രീ ജയകുമാർ ഇത്തരം വാർത്തകൾ പ്രചരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബൈറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 4 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, 3.25 കോടി രൂപ ഇതുവരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ഇനിയും കുറച്ച് തുക കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന ഓരോരുത്തരുടെയും ബില്ല് കിട്ടുന്ന മുറക്ക് ലഭ്യമാകുന്ന സ്പോൺസർഷിപ്പ് തുക ഉപയോഗിച്ച് കൊടുത്തു പോകുന്നു. ഇതിനെ സംബന്ധിച്ച് 17-ാം തീയതി ചേരുന്ന ബോർഡ് യോഗം ഒന്നുകൂടി പരിശോധിക്കും. ഇവിടെ ഹൈക്കോടതിയുടെ മുമ്പാകെ ഓഡിറ്റ് റിപ്പോർട്ടല്ല വന്നിട്ടുള്ളത്, സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ്. രണ്ടും രണ്ടാണ്. ഓഡിറ്റ് റിപ്പോർട്ട് വേറെയാണ്. അത് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് സംവിധാനം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ബോർഡിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ പരിശോധിച്ച് തയ്യാറാക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നിട്ടുള്ളത് ദേവസ്വം കമ്മീഷണറുടെ ഈ പരിപാടിയെ സംബന്ധിച്ച റിപ്പോർട്ടാണ്. സ്പെഷ്യൽ കമ്മീഷണർ മുഖേനയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ട്, സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ദേവസ്വം ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പറയുന്ന രൂപയുടെ കണക്കുകൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.